ശ്രീ കൃഷ്ണകുമാർ, അങ്ങിന്ന് വാർത്താ സമ്മേളനം നടത്തി ഒരു ബോംബ് പൊട്ടിയില്ല, നനഞ്ഞ പടക്കമാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. പഴയ കേസാണ് എന്നുള്ള കാര്യം അങ്ങ് വിശദീകരിച്ചു. പക്ഷേ അങ്ങനെ ഒരു വാർത്താ സമ്മേളനം എന്തിനായിരുന്നു? കാരണം പ്രതിപക്ഷ നേതാവ് കേരളം ഞെട്ടുന്ന ചില വാർത്തകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. നേരത്തെ കന്റോൺമെന്റ് ഹൗസിലേക്ക് കാളയുമായിട്ട് നിങ്ങളുടെ പാർട്ടി പ്രവർത്തകർ പ്രതിഷേധിച്ചപ്പോൾ തിരിച്ചു കാളയെ പാർട്ടി അധ്യക്ഷന്റെ വീട്ടിലേക്ക് കൊണ്ടുവിടും എന്ന രൂപത്തിൽ പ്രതികരിക്കുകയും ചെയ്തു. അങ്ങെന്തിനാണ് അതിനു മുമ്പ് അത് അങ്ങേക്കുള്ള ആരോപണമാണെന്ന് കരുതി വാർത്താ സമ്മേളനം നടത്തിയത്? അല്ല, ഞാൻ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് സത്യം പറഞ്ഞത് തെറ്റാണെന്നാണോ സ്മൃതി പറയുന്നത്? രാഹുൽ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് കാലത്ത് ഞാൻ ചോദിക്കട്ടെ, ഇന്ന് കാലത്താണല്ലോ ഞാൻ പ്രതികരിച്ചത്. ഇന്ന് കാലത്ത് മുതൽ എല്ലാ റിപ്പോർട്ടറുടെ അടക്കം റിപ്പോർട്ടർമാർ, പാലക്കാട് ബ്യൂറോ എന്നുള്ള റിപ്പോർട്ടർ ഇക്ബാലും അതുപോലെ തന്നെ എല്ലാ ചാനലുകളുടെയും റിപ്പോർട്ടർമാർ വിളിക്കുന്നു. ചില ചാനലുകൾ BJP സംസ്ഥാന ഉപാധ്യക്ഷനെതിരായിട്ട് പീഡനാരോപണം എന്നുള്ള വാർത്ത ബ്രേക്ക് ചെയ്യുന്നു. ഞാനപ്പോൾ വീട്ടിനകത്ത് അടച്ചിരിക്കണോ? ശരിയാണ്. സത്യത്തിൻ്റെ ഒരംശം പോലും ഇല്ലാത്ത ഒരു കാര്യം മാധ്യമങ്ങൾ പുറത്തുവിടുന്ന സമയത്ത് ഞാൻ വീട്ടിനകത്ത് അടച്ചിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം 2015-ലും 2020-ലും എല്ലാം പത്രസമ്മേളനം നടത്തിയതാണ്. അന്ന് ഇതേ എല്ലാ ചാനലുകളുടെയും അന്നത്തെ ആ കാലത്തെ റിപ്പോർട്ടർമാരോട് ചോദിച്ചാൽ അറിയാം എന്തുകൊണ്ട് അന്ന് ഈ വിഷയം ഏറ്റെടുത്തില്ല, മാധ്യമങ്ങൾ ഏറ്റെടുത്തില്ല, രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്തില്ല. കാരണം പ്രാദേശികമായിട്ട് അന്വേഷിച്ചാൽ അറിയാം, ഇത് കുടുംബത്തിൽ നടന്ന ഒരു സ്വത്ത് തർക്കത്തിൽ ഒരു അപ്പർ ഹാൻഡ് എന്നെ സമ്മർദ്ദത്തിലാക്കാനായിട്ട് കൊടുത്ത കേസാണെന്ന് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. കഴിഞ്ഞ 30-39 വർഷമായിട്ട് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ് ഞാൻ. സത്യത്തിൻ്റെ ഒരംശമുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്നു, ഏത് അന്വേഷണം വന്നോട്ടെ, ഏത് വിധത്തിലുള്ള അന്വേഷണങ്ങളെയും ഞാൻ നേരിടാൻ തയ്യാറാണ്. സത്യത്തിൻ്റെ ഒരംശം ഇതിലുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ തയ്യാറാണ്. എനിക്ക് ഒരു തരത്തിലുള്ള ഭയവുമില്ല, ഒരു തരത്തിലുള്ള വ്യക്തതയ്ക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ അങ്ങേക്കെതിരെ ഒരു കോർ കമ്മിറ്റി അംഗത്തിനെതിരെ എന്തോ ബോംബ് വരുന്നു എന്ന രൂപത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് സന്ദീപ് വാര്യരാണല്ലോ. അങ്ങ് തന്നെ പറഞ്ഞു സന്ദീപ് വാര്യരെ വിശ്വസിച്ചിട്ടാണ് പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കുഴിയിൽ ചാടുമെന്ന്. പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങൾ, താങ്കൾക്കെതിരെ 2 പരാതികളാണ് ഉണ്ടായിരുന്നത്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു എന്ന് പറയുന്നതും കോടതി തള്ളി എന്ന് പറയുന്നതുമായ കേസ്, ഭാര്യയും സഹോദരിയും കുടുംബ വഴക്ക് അല്ലെ, കുടുംബത്തിനകത്ത് നടന്നിരുന്നൊരു വിഷയം, അതിൽ സ്വത്ത് തർക്കം എന്നങ്ങ് പറഞ്ഞ കാര്യം അതാണ് ഈ കോടതി തള്ളിയത്, നിങ്ങൾക്ക് അനുകൂലമായി കോടതി വിധി ഉണ്ടായത്. മറ്റു പരാതി എന്ന് പറയുന്നത് ഈ തരത്തിൽ ശാരീരികമായി ഉപദ്രവിച്ചു എന്നതടക്കമുള്ള പരാതികളാണ്. ആ പരാതി പോലീസ് സ്റ്റേഷനിൽ പോയെങ്കിലും പോലീസ് ആ കേസ് രജിസ്റ്റർ ചെയ്തില്ല എന്നുള്ളതാണ് പറയുന്നത്. അതിനോട് അങ്ങ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇത് കോടതി തള്ളിയ കേസാണെന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളാണ്, 2 പരാതികളാണ്. തെറ്റാ? അല്ല 244/2014 സിവിൽ കേസ്, 225/2015 ക്രിമിനൽ കേസ്. ഈ 225/2015 പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള പരാതിയുടെ അടിസ്ഥാനം പാലക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2 മുമ്പാകെ പരാതിക്കാരി അപേക്ഷ കൊടുക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് 3-ാമത്തെ പേജിൽ 2-ാമത്തെ പാരഗ്രാഫിൽ വ്യക്തമായിട്ട് പരാതിയിൽ പറയുന്നുണ്ട്, ഞാൻ ശാരീരികമായിട്ട് ഉള്ള അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. കാരണം കുറ്റവിമുക്തനാക്കിയ ഒരു കേസിൽ അവരുടെ പരാതി ഞാൻ വീണ്ടും വായിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഇന്ന് രാവിലെ റിപ്പോർട്ടറിൻ്റെ ഇവിടുത്തെ പാലക്കാട് ലേഖകന് ഞാൻ ഇതിൻ്റെ കോപ്പി കൊടുത്തിരുന്നു. അപ്പോൾ അതിൽ വളരെ വ്യക്തമായി ഇത്തരം കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുന്നു. ടൗൺ നോർത്ത് പോലീസ് കേസ് നമ്പർ ക്രൈം നമ്പർ 712/2014 എന്നുള്ള FIR രജിസ്റ്റർ ചെയ്യുന്നു. പോലീസ് കേസന്വേഷണമായിട്ട് പോകുന്ന സമയത്താണ് പരാതിക്കാരി വീണ്ടും കോടതിയെ സമീപിച്ച് അന്വേഷണത്തെ സംബന്ധിച്ച് കൃത്യമായിട്ട് കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം നടക്കണമെന്ന് ആവശ്യപ്പെടുന്നു. കോടതി അത് സംബന്ധിച്ചിട്ടുള്ള നടപടിക്രമങ്ങളുമായിട്ട് കോടതി മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട്, ആൻഡ് ആൾസോ ടു മോണിറ്റർ ദ ഇൻവെസ്റ്റിഗേഷൻ ഇൻ ക്രൈം നമ്പർ 712/2014 ഓഫ് ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷൻ. അക്കോർഡിംഗ്ലി നോട്ടീസ് വാസ് ഇഷ്യൂഡ് ടു ദ SHO കൺസേൺ ടു അപ്പിയർ ഇൻ പേഴ്സൺ ആൻഡ് പ്രൊഡ്യൂസ് CD ഇൻ ദി എബവ് സെറ്റ് ക്രൈം ആൻഡ് അക്കോർഡിംഗ്ലി ദ പോലീസ് ഓഫീസർ പ്രൊഡ്യൂസ്ഡ് ദ CD ഇൻ ക്രൈം നമ്പർ 712/2014. I have gone through the FIR and CD
and the case was registered against the brother-in-law of the petitioner by Town North Police Station. The investigation is going on. I have pursued the CD file. The investigation is going on a proper way. Even then, I directed the sub-inspector to investigate the matter in a proper way and to record the statement of all the witness necessary for the case. അപ്പോൾ കോടതിയുടെ മോണിറ്ററിങ്ങിൽ നടന്ന് കോടതിയുടെ നിരീക്ഷണത്തിൽ നടന്ന് കോടതി ജഡ്ജിമെൻറ്റ് പറഞ്ഞ ഒരു കേസാണിത്. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് കോടതിയുടെ ജഡ്ജ്മെൻറ്റിലും പറയുന്നുണ്ട് യാതൊരു വിധത്തിലുള്ള തെളിവുകളും പ്രോസിക്യൂഷന് ഹാജരാക്കാൻ പറ്റിയിട്ടില്ല. Considering the above analysis, it can be concluded that the prosecution has failed to establish the occurrence and allegations beyond reasonable doubt. The evidence presented does not sufficiently connect the accused to the alleged offences. The inconsistency in the testimonies and the lack of corroborative evidence undermine the prosecution case. Therefore, the allegations against the accused are not proved beyond the reasonable doubt. The accused are entitled to benefit of the doubt and acquittal. An overall assessment of the evidence reveals that all points are answered against the prosecution. ഇതിൽ കൂടുതൽ ഒരു കോടതിയിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കേണ്ടത്? ഇതിൽ കൂടുതൽ ഒരു കോടതി ജഡ്ജ്മെന്റിൽ ഇതിൽ കൂടുതൽ എന്താ കോടതി പറയേണ്ടത്? ശരി, അതങ്ങനെ നിൽക്കുന്നു. പക്ഷേ ശ്രീ കൃഷ്ണകുമാർ, അങ്ങ് പറയുന്ന പഴയ കേസ് 2014 സംഭവമാണെങ്കിലും അങ്ങയുടെ പാർട്ടിയിൽ നിന്ന് തന്നെ ഇത് വീണ്ടും വീണ്ടും കുത്തിപ്പൊക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ? ഇപ്പോൾ അങ്ങയുടെ പാർട്ടി അധ്യക്ഷന് തന്നെ കഴിഞ്ഞ ദിവസം വീണ്ടും അതേ പരാതി വരുന്നു. അത് പരിശോധിക്കാമെന്ന ഉറപ്പ് ഈ പരാതിക്കാരിക്ക് കിട്ടുന്നു. മാത്രമല്ല, പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ ഇത് അന്വേഷിക്കാൻ ഉത്തരവിട്ടു കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ എന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത്. ഈ വിഷയത്തിൽ സുരേഷ് ഗോപി ഇടപെട്ടു എന്നും പരാതിക്കാരിയുടെ ചികിത്സയ്ക്ക് പണം നൽകിയെന്നും ഇത് ശോഭാ സുരേന്ദ്രൻ ഈ വിഷയം അറിയാം, ഈ പരാതിക്കാരി ശോഭാ സുരേന്ദ്രൻ സംസാരിച്ചിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ പറഞ്ഞത്. അങ്ങേക്ക് പറ്റുമെങ്കിൽ ഇതിന് മറുപടി. അല്ല, 2015-ലും 2020-ലും ഇത്തരം പരാതികൾ കൊടുക്കാനും പത്രസമ്മേളനങ്ങൾ നടത്താനുമെല്ലാം പിന്തുണ കൊടുത്ത ആളിന്ന് BJP ഇന്ന് പുറത്തുപോയി കോൺഗ്രസിൻ്റെ കൂടെയാണ്. ഇതേ വ്യക്തി തന്നെയാണ് BJPക്ക് അകത്തുള്ള സമയത്ത് പാർട്ടിക്ക് അകത്ത് നിന്ന് എല്ലാ നേതാക്കന്മാർക്കെതിരായിട്ട് നടത്തുന്ന പ്രവർത്തനം എനിക്കെതിരായിട്ട് നടത്തിയത്. ഇവരെ പ്രോത്സാഹിപ്പിച്ച്, ഇവരെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഇവരോട് പറഞ്ഞ്, ഇവരെ കൊണ്ട് പരാതി കൊടുപ്പിച്ച്, ഇവരെ സഹായിക്കാമെന്ന വാഗ്ദാനമൊക്കെ നൽകി ചെയ്തത് അതേ വ്യക്തി തന്നെ ഇപ്പോൾ കോൺഗ്രസ്സിലായ സമയത്ത് വീണ്ടും അത് ആവർത്തിച്ചിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, തിങ്കളാഴ്ചയാണല്ലോ ഈ പരാതി കൊടുക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് എത്രയായി? ഇമെയിൽ മുഖേനയാണല്ലോ പരാതി കൊടുത്തത്. ഒരു ഇമെയിൽ അയക്കാൻ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ കഴിഞ്ഞില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ പാലക്കാട് വലിയ പ്രക്ഷോഭം നടക്കുക, അതിൻ്റെ മുന്നണിയിൽ ഞാൻ നിൽക്കുക, അതിൻ്റെ നേതൃനിരയിൽ ഞാൻ നിൽക്കുക. ആ സമയത്ത് പ്രശാന്ത് ശിവനെതിരായിട്ട് എനിക്കെതിരായിട്ടൊക്കെ ആരോപണങ്ങൾ വരുന്നു, വ്യക്തിപരമായിട്ട് വ്യക്തിഹത്യ നടത്താനുള്ള ആരോപണങ്ങൾ വരുന്നു. എൻ്റെ 15-ലും 20-ലും ഒക്കെ പത്രസമ്മേളനം നടത്തി. അന്ന് കോൺഗ്രസ് ഒരു പ്രകടനം പോലും നടത്തിയിട്ടില്ലല്ലോ. ഷാഫി പറമ്പിൽ അന്ന് പാലക്കാടിൻ്റെ MLA ആണ്. പാലക്കാട് അന്ന് ഇതിൻ്റെ സത്യാവസ്ഥ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അറിയാം. ഇത് സ്വത്ത് തർക്കം, ഒരു കുടുംബ പ്രശ്നത്തിൽ സ്വത്ത് തർക്കത്തിൽ എന്നെ സമ്മർദ്ദത്തിലാക്കി, എന്നെ അവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനമെടുക്കാൻ പ്രേരിപ്പിക്കുന്നതിനായിട്ട് കൊടുത്ത കേസാണെന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.